എല്ലാവർക്കും ഓണാശംസകൾ. നാട്ടിലെല്ലാവരും ഓണമൊക്കെ ആഘോഷിച്ച് സദ്യയൊക്കെ കഴിച്ച് അതിൻ്റെ ക്ഷീണത്തിലായിരിക്കും അല്ലേ? നാട്ടിലുള്ളവർ ഓണം ആഘോഷിച്ച് കഴിയുമ്പോഴാണ് കാനഡയിലുള്ള ഞങ്ങൾ ഓണം ആഘോഷിച്ച് തുടങ്ങുന്നത്. അപ്പോൾ ഞങ്ങളും ഓണം ചെറുതായിട്ട് ആഘോഷിച്ചു. തിരുവോണ ദിവസം അത്തപ്പൂക്കളം ഇടാറുണ്ട്. അങ്ങനെ അത്തപ്പൂക്കളം ഇട്ടു. കൂടുതലും ഞങ്ങളുടെ വീട്ടിൽ നിന്ന് പറിച്ച പൂക്കളും പിന്നെ വീടിനടുത്തൊരു പാർക്കുണ്ട്, അവിടെ നിന്നൊക്കെ ശേഖരിച്ച പൂക്കൾ വെച്ചിട്ടാണ് അത്തപ്പൂക്കളം ഒരുക്കിയത്. ഓണം സ്പെഷ്യൽ മെഹന്തിയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഓണക്കോടിയൊക്കെ ഉടുത്തതല്ലേ, അപ്പോൾ ചെറിയൊരു ഓണഷൂട്ട് കൂടി ആകാമെന്ന് വിചാരിച്ചു. വീഡിയോഗ്രാഫർ മിസ്റ്റർ കാനഡയോടൊപ്പം മിസ്സിസ് മല്ലു. വീട്ടിൽ വളർന്നു നിന്ന മത്തൻ പൂവ് പോലും വെറുതെ വിട്ടില്ല, മത്തൻ പൂവും പറിച്ചെടുത്തു. വീടിന് മുൻവശത്തായിട്ട് എനിക്ക് ചെറിയൊരു പൂന്തോട്ടമുണ്ട്. അവിടെ നിന്നാണ് ഈ പൂക്കളൊക്കെ ഞാനിങ്ങനെ അറഞ്ചം പുറഞ്ചം പറിച്ചെടുക്കുന്നത്. അപ്പോൾ എല്ലാ കൂട്ടുകാരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനും കാണുക. ഞാൻ ഒരുക്കിയ അത്തപ്പൂവിനെ കുറിച്ചുള്ള അഭിപ്രായം നിങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്തണം. ഓണം സ്പെഷ്യലായിട്ട് കടലപ്പായസമാണ് ഞാൻ ഇന്ന് വെച്ചത്. അപ്പോൾ ആർക്കൊക്കെയാണ് കടലപ്പായസം ഇഷ്ടമുള്ളത് അവർ കൂടി ഒന്ന് കമൻറ്റ് ചെയ്യണം. എനിക്ക് പായസത്തിൽ വെച്ച് ഏറ്റവും പ്രിയപ്പെട്ട ഒരു പായസമാണ് കടലപ്പായസം. അതും എൻ്റെ അമ്മ വയ്ക്കുന്ന പായസം. ഞാൻ ആദ്യമായിട്ടാണ് കടലപ്പായസം വയ്ക്കുന്നത്. അപ്പോൾ 100 സംശയങ്ങളുണ്ടായിരുന്നു. എല്ലാം അമ്മയോട് ഇടയ്ക്കിടയ്ക്ക് വിളിച്ച് ചോദിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഇതൊക്കെയാണ് ഞങ്ങളുടെ ചെറിയൊരു ഓണാഘോഷം. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു. ഒരിക്കൽ കൂടി എല്ലാവർക്കും മിസ്സസ് മല്ലു മിസ്റ്റർ കാനഡയുടെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. തിരുമുറ്റത്തൊരു കോണിൽ നിൽക്കുന്ന മുല്ലേ നീ, തേൻ ചിരിയാലേ പൂ ചൊരിയൂ നീ. പൂവിളിയിൽ വരവേൽക്കും ചിങ്ങനിലാവിൻ